സോ വെൽക്കം ബാക്ക് ഗൈസ്, സോണി ഹിയർ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്ലോ എഡിറ്റ് ഐബിസ് പെയിൻറ്റ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കെച്ച് ഒന്ന് ഡാർക്കർ ആക്കി എടുക്കണം. സോ അതിന് വേണ്ടി ഫിൽറ്റേഴ്സിൽ പോയിട്ട് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആ സെക്ഷൻ്റെ അത് നമ്മുടെ ബ്രൈറ്റ്നസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സാധനം ഡാർക്കാക്കി കിട്ടും. സോ നിങ്ങൾക്ക് ഇത് ഡാർക്ക്നെസ് പോരാന്നുണ്ടെങ്കിൽ അത് ഓക്കെ എടുത്തിട്ട് ഒന്നുകൂടെ ആ ഫിൽറ്റർ ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡാർക്കായി കിട്ടും. ആൻഡ് അതിന് ശേഷം നമ്മൾ എവിടെയാണോ ഗ്ലോ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ വെച്ചിട്ട് ബാക്കി ഏരിയസിലൊക്കെ മാനുവലി ഇതുപോലെ സോഫ്റ്റായിട്ട് ഡാർക്ക്നെസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക. അതാകുമ്പം കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗിയുണ്ടായിരിക്കും. സോ അതിന് ശേഷം നമ്മൾ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റുക. ആഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ ഗ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടതെന്നുള്ളത് വെച്ചാൽ ആ കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ഗ്ലോ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയിൽ ഇതുപോലെ നൈസായിട്ട് പെയിൻറ്റ് ചെയ്ത് വിടുക. സോ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റുക. ആഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി നല്ല രീതിയിൽ കുറച്ചിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് ഗ്ലോ കൊടുക്കുക. സോ നമ്മൾ ഗ്ലോ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഇതുപോലെ കൂട്ടി കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഗ്ലോ കൊടുപ്പിക്കുക. സോ ആദ്യമേ ബ്രഷിൻ്റെ സൈസ് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഗ്ലോ കൊടുക്കുന്നതിനനുസരിച്ച് ബ്രഷ് സൈസ് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു ന്യൂ ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ എഡ്ജസിൽ കൂടെ ഹൈലൈറ്റ് വരയ്ക്കുക. സോ ഈ ഹൈലൈറ്റ് വരയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് ആ ലൈറ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നയോ സൈഡിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഹൈലൈറ്റ് വരയ്ക്കുക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇതുപോലെ ഹൈലൈറ്റ് വരച്ചു കൊടുക്കുക. സോ അതുപോലെ തന്നെ ഞാൻ ഈ ടോപ്പ് ഏരിയയിലും ഇതുപോലെ ഹൈലൈറ്റ് വരയ്ക്കുന്നുണ്ട്. സോ അത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു സ്മഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നൈസായിട്ട് തന്നെ പുറത്തൂടെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗി കിട്ടും. സോ ഇത്രയുള്ള പരിപാടി. നിങ്ങൾ എവിടെയാണ് ഗ്ലോ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയയിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക. ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ന്യൂ ലെയർ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലെൻഡിങ് മോഡ് ആഡിലേക്ക് മാറ്റിയിട്ട് ബ്രഷ് സൈസ് കൂട്ടിയിട്ട് ഒപ്പാസിറ്റി നല്ല രീതിയിൽ കുറച്ചിട്ട് ചെറുതായിട്ട് ഗ്ലോ കൊടുത്ത് വരച്ചെടുക്കുക. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.